ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ ആയിരിക്കാം മാർക്കറ്റിൽ കൂടുതൽ ഉണ്ടാകുന്നത്. ഒരു പക്ഷേ റിലയൻസ് അതുപോലെ തന്നെ ഇൻഡെക്സ് റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാൻ സാധിക്കും നമുക്ക്. അഡാനി ഡെറ്റ് ഡീൽ സംബന്ധിച്ചിട്ടുള്ള അഡാനിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസ് വരുന്നത്. ക്രെഡിറ്റ് സൈറ്റ്സ് ഉണ്ട്, ഇവരാണ് അഡാനിയുടെ ഡെറ്റൊക്കെ വളരെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് വലിയ അലിഗേഷൻസ് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിസർച്ച് ഫേം. ഇവർ അഡാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്ലുക്കാണ്. തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ അഡാനി ഗ്രൂപ്പിലെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അഡാനി അവരുടെ പെട്രോക്കം പ്രൊജക്റ്റ് റിവൈവ് ചെയ്യാണ്. മുന്ദ്ര പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി PVC മാനുഫാക്ചറിങ്ങിന് വേണ്ടി അവർ പ്ലാൻ ചെയ്തിരുന്നതാണ്. ഈ ക്രൈസിസിനിടയിൽ അവർ അത്തരത്തിലുള്ള പ്ലാനുകളൊക്കെ ഫ്രീസ് ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും റിവൈവ് ചെയ്യാണ്. 14,000 കോടി തൊട്ട് 16,000 കോടി വരെയുള്ള ബാങ്കിങ് ഫെസിലിറ്റിക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റ് വരുന്നത് 35,000 കോടിയാണ്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസാണ്. പ്രത്യേകിച്ച് പെട്രോ കെമിക്കൽ പ്രൊഡക്റ്റുകളൊക്കെ ഇന്ത്യയിൽ ഷോർട്ടേജ് ആണ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ അഡാനി ഈ മുന്ദ്ര പെട്രോ കെമിക്കൽ ലിമിറ്റഡിന് പോസിറ്റീവ് ആണ്. അഡാനി എൻ്റർപ്രൈസസിൻ്റെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും അഡാനി എൻ്റർപ്രൈസ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഭാവിയിൽ ഡീമർജർ ഉണ്ടാകുമ്പോൾ ഫ്രീ ആയിട്ട് ഷെയർ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. അതുപോലെ തന്നെ പിരമൽ ഫാർമ വളരെയധികം അണ്ടർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ഫാർമ കമ്പനിയാണ്. വളരെയധികം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല റിവൈവലാണ് ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിലും കാണുന്നത്. അപ്പോൾ വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ബാർട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഈ കമ്പനി ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് 90% അവർ പ്രെഫറൻഷ്യൽ ഇഷ്യൂ നടത്താൻ പോവുകയാണ്. 9% ഷെയറുകളാണ് ഇക്വിറ്റിയുടെ ഒരു പ്രെഫറൻഷ്യൽ ഇഷ്യൂ നടത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും പ്രൊമോട്ടർ സ്റ്റേക്ക് കുറയ്ക്കാനുള്ളൊരു കാര്യം കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും 8 രൂപ 67 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 1 രൂപയാണ് ഫേസ് വാല്യൂ. 30 കോടി 46 ലക്ഷമാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഇതൊരു പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ. ഈ കമ്പനി റിവൈവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫിൻടെക് രംഗത്ത് അതുപോലെ തന്നെ ടെക്നോളജി രംഗത്തുള്ള റിലേറ്റഡ് സർവീസസ് ആണ് ഈ കമ്പനിയുടെ. തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് ന്യൂസാണ്. ഇനി മേജറായിട്ടുള്ള പോസിറ്റീവ് ന്യൂസുള്ള ടോറൻറ്റ് പവറിനാണ്. ടോറൻറ്റ് പവർ മഹാരാഷ്ട്രയിൽ 3 പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ പ്രൊജക്റ്റുകൾക്കുള്ള പവർ പ്രൊജക്റ്റുകൾക്കുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. MOU സൈൻ ചെയ്തിട്ടുണ്ട്. 5,700 മെഗാവാട്ടാണ്. ഏകദേശം 27,000 കോടി രൂപയാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് കോസ്റ്റ് വരുന്നത്. വളരെ പോസിറ്റീവാണ്. കാരണം പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഉയർന്ന ഹിൽ ഏരിയയിൽ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കുന്നു, താഴെ അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കുന്നത്. 2 തട്ടിലായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടാക്കി വാട്ടർ സേവ് ചെയ്യാണ്. അപ്പോൾ പവർ വളരെയധികം സർപ്ലസ് ആണ്. പവറിന് ഡിമാൻഡ് ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യുക വെച്ചാൽ ഈ താഴെ ലെവലിലുള്ള റിസർവോയറിൽ നിന്ന് മുകളിലുള്ള റിസർവോയറിലേക്ക് വാട്ടർ പമ്പ് ചെയ്ത് കയറ്റും. പിന്നീട് പവറിന് ഡിമാൻഡ് വരുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് അത് തുറന്നു വിട്ടുകൊണ്ട് ഇലക്ട്രിസിറ്റി ജനറേഷനാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. വളരെ ഇന്നോവേറ്റീവ് കൺസെപ്റ്റാണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളിലാണ് ടോറൻറ്റ് പവർ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ടോറൻറ്റ് പവർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വളരെ 610 620 റേഞ്ചിലൊക്കെയാണ്. ഈ ഷെയർ ഇവിടെ നിന്ന് മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ലോങ് ടൈം ഡെലിവറി ബേസിൽ ടോറൻറ്റ് പവർ വാങ്ങി വയ്ക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് ഭാരത് ഫോർജ് ആണ്. ഭാരത് ഫോർജ് ഈ നമ്മൾ ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകളുടെ റാലി ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മുന്നേറിയിട്ടില്ല. അപ്പോൾ ഈ കറണ്ട് ലെവലിൽ നിന്ന് ഭാരത് ഫോർജ് മുന്നേറാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ടു ലോങ് ടൈം വ്യൂ ഉള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഭാരത് ഫോർജ്. അതുപോലെ തന്നെ ഒരു പൊസിഷണൽ ട്രേഡിനും പറ്റിയൊരു സ്റ്റോക്കാണ് ഭാരത് ഫോർജ്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കാം നമ്മൾ മാർക്കറ്റിൽ കൂടുതൽ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ വൊളാറ്റിലിറ്റി വലിയ രീതിയിൽ വരികയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റൊക്കെ കാണാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നല്ല സ്റ്റോക്കുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാൻ ഡിസിഷൻ എടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് പ്രോഫിറ്റ് ഉള്ള സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് പ്രോഫിറ്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും.